നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഇപ്പോൾ സിറിയ കേന്ദ്രീകരിച്ച് നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഓരോ ദിവസം കഴിയും തോറും അതിന്റെ കാഠിന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ യമനിലെ ഹൂതി സംഘം മധ്യ ഇസ്രായേലെ ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യം ഗാസയ്ക്കെതിരായ യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ രാജ്യത്തിനെതിരായ സൈനിക പ്രവർത്തനങ്ങൾ തുടരുമെന്നും ഹൂതികൾ പ്രതിജ്ഞയെടുത്തു. പാലസ്തീൻ 2 എന്ന ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് തിങ്കളാഴ്ച ഓപ്പറേഷൻ നടത്തിയതെന്ന് ഹൂതി സൈനിക വക്താവ് യഹിയ സാരി ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ പറഞ്ഞു. ഏതായാലും നെതന്യാഹുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണം ഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു വർഷത്തിലേറെയായി ഇസ്രായേൽ യുദ്ധം നടത്തുകയും 45,000-ലധികം ആളുകളെ കൊല്ലുകയും ചെയ്ത ഗാസ മുനമ്പിൽ പലസ്തീനികൾക്കെതിരെയുള്ള ഇസ്രായേലിലെ കൂട്ടക്കൊലയ്ക്കുള്ള മറുപടിയാണ് ആക്രമണമെന്നും ഹൂതികൾ പറഞ്ഞു. യമന്റെ പ്രദേശത്ത് നിന്ന് വിക്ഷേപിച്ച മിസൈൽ ഇസ്രായേലിലേക്ക് കടക്കുന്നതിന് മുൻപ് തടഞ്ഞതായി ഇസ്രായേൽ സൈന്യവും അറിയിച്ചിട്ടുണ്ട്. മിസൈൽ, റോക്കറ്റ്, വെടിവയ്പ് എന്നിവയ്ക്കുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. കാരണം പ്രതിരോധിക്കുന്നതിനിടയിൽ നിന്ന് ശകലങ്ങൾ വീഴുമോ എന്ന ഭയത്തെ തുടർന്നാണെന്ന് വക്താവ് പറഞ്ഞു. ഇസ്രായേലിലെ ഏറ്റവും വലിയ നഗരമായ ടെല്ലവീവിൽ മിസൈൽ സൈറണുകൾ സജീവമാക്കിയതായി ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. എന്നിരുന്നാലും യമന്റെ ഔദ്യോഗിക സൈന്യമായി സ്വയം അവതരിപ്പിക്കുന്ന ഹൂതികൾ വിശദാംശങ്ങൾ നൽകാതെ ഓപ്പറേഷൻ വിജയകരമായി ലക്ഷ്യങ്ങൾ നേടിയെടുത്തുവെന്നും പറഞ്ഞു. യമൻ സായുധ സേന തങ്ങളുടെ സൈനിക പ്രവർത്തനങ്ങൾ തുടരുകയും അധിനിവേശ പ്രദേശങ്ങളിലെ ഇസ്രായേലി ശത്രുക്കളുമായി ബന്ധപ്പെട്ട എല്ലാ ലക്ഷ്യങ്ങളും ആക്രമിക്കുകയും ചെയ്യുന്നു. ഗാസയിൽ ആക്രമണം അവസാനിപ്പിക്കുകയും ഉപരോധം പിൻവലിക്കുകയും ചെയ്യുന്നതുവരെ ഈ പ്രവർത്തനങ്ങൾ അവസാനിക്കില്ലെന്നും ഇറാൻ അനുബന്ധ ഗ്രൂപ്പ് പറഞ്ഞു. ഇസ്രായേൽ ഗാസയെ ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ള ഉപരോധത്തിന് കീഴിലാക്കി. ഇത് പ്രദേശത്ത് ഭക്ഷ്യക്ഷാമത്തിനും മാരകമായ പട്ടിണിക്കും കാരണമായി. കഴിഞ്ഞ ആഴ്ച ടെല്ലവീവിനടുത്തുള്ള യാവനെ നഗരത്തിലെ ഒരു കെട്ടിടത്തിൽ യമൻ ഡ്രോൺ ഇടിച്ചു. നവംബർ 27-ന് ലെബനനിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും ഹൂതികൾ ഇസ്രായേലിനെതിരെ ആക്രമണം തുടരുകയാണ്. ഇറാൻ സഖ്യകക്ഷിയായ ഹിസ്ബുള്ളയുടെ മറ്റൊരു ഗാസ പിന്തുണ മുന്നണി കുറച്ചു നാളുകൾക്ക് മുമ്പ് അവസാനിപ്പിച്ചിരുന്നു. ഹൂതികളും ഹിസ്ബുള്ളയും ടെഹ്റാൻ നേതൃത്വത്തിലുള്ള പ്രതിരോധത്തിന്റെ അച്ചുതണ്ടിന്റെ ഭാഗമാണ്. ഇസ്രായേലിന് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിക്കുന്നതിന് പുറമെ ഗാസയിലെ പലസ്തീനികളുടെ ഐക്യദാർഢ്യമെന്ന പ്രചാരണത്തിൽ ചെങ്കടലിലും ചുറ്റുമുള്ള കപ്പലുകളിലും ഹൂതികൾ ആക്രമണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഹൂതികൾ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഡസൻ കണക്കിന് കപ്പലുകളെ ലക്ഷ്യമിട്ടു. 4 നാവികരെ കൊല്ലുകയും 2 കപ്പലുകൾ മുക്കുകയും ചെയ്തു. 2023 നവംബറിൽ പിടിച്ചെടുത്ത ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ളതും ജാപ്പനീസ് നടത്തുന്നതുമായ ചരക്ക് കപ്പലായ ഗാലക്സി ലീഡർ ഒരു കപ്പലിന്റെ ജീവനക്കാർ യമനിൽ തടങ്കലിലും തുടരുന്നു. അതേസമയം യമനിലെ ഹൂതികളുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ ബോംബാക്രമണം നടത്തുന്ന സൈനിക സഖ്യത്തിന് അമേരിക്ക നേതൃത്വം നൽകുന്നുണ്ടെങ്കിലും ഹൂതികളുടെ ആക്രമണത്തെ ഇത് തടഞ്ഞിട്ടില്ല. ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾക്കെതിരെയും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയെന്ന് UN വിദഗ്ധരും അവകാശ സംഘടനകളും ആരോപിച്ചു.